ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ് വീരധീര സൂരൻ സിനിമയുടെ ഒഫീഷ്യൽ ട്രailer. ഇന്നലെ എപ്പോഴാണ് വന്നതെന്ന് അറിഞ്ഞൂടാ, കുറേ വെയിറ്റ് ചെയ്തു. പിന്നെ എപ്പോഴോ വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഒരുപാട് പേര് അയച്ചു തന്നിട്ടുണ്ട്, നിങ്ങളെന്താ അത് ചെയ്യൂലേ, നിങ്ങളെന്താ എമ്പുരാൻ മാത്രമേ ചെയ്യുള്ളൂ എന്നൊക്കെ ചോദിച്ചിട്ട്. എങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തു. പിന്നെ അത് അതിനായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ, നമ്മൾ എത്ര വീഡിയോ അല്ലാതെ തന്നെ ചെയ്യുന്നു. പിന്നെ എമ്പുരാന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന പോലെ ഒന്നും ഈ മറ്റുള്ള സിനിമകൾക്ക് വേണ്ടി നമ്മൾ അങ്ങനെ വെയിറ്റ് ചെയ്യൊന്നുമില്ല. ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, സത്യമായിട്ടും. പക്ഷെ എമ്പുരാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരും, അതായത് മലയാളികൾ മൊത്തം കാത്തിരിക്കുന്ന സിനിമയാണ്. അതിന്റെ ലീക്കായിട്ടാണ് ആദ്യം അതിന്റെ ട്രെയിലർ വന്നത്. അപ്പോഴാണ് നമ്മളെല്ലാരും വിളിച്ചെണീപ്പിക്കുക ചെയ്തു. വീരധീര സൂരൻ വന്നപ്പോൾ ആരും നമ്മളെ വിളിച്ചിട്ടൊന്നുമില്ല. ഇത് നാളെ ചെയ്താലും മതി എന്നുള്ള അവസ്ഥയിലായിരുന്നു. അല്ലാണ്ട് അത് ഒരിക്കലും ചെയ്യാതിരുന്നിട്ടില്ലല്ലോ, ചെയ്തിരിക്കും, ദിവസങ്ങളുണ്ടല്ലോ. പിന്നെ എന്തായാലും വീരധീര സൂരൻ SU അരുൺകുമാറാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. വിക്രം നായകനാവുന്ന സിനിമയാണ്. അതെ, SJ സൂര്യ, സുരാജ് വെഞ്ഞാറമൂട്, പിന്നെ ദുഷര വിജയൻ, ഇവരൊക്കെയാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. ഈ സിനിമയുടെ ഒഫീഷ്യൽ ട്രailer കാണാം. ഓക്കെ, സിനിമ റിലീസിനെത്തുന്നത് എമ്പുരാൻ്റെ കൂടെ മാർച്ച് 27. ഓക്കെ, പിന്നെന്താന്നറിയോ, ഇപ്പൊ നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന എമ്പുരാനല്ലേന്നേ. പിന്നെ നിങ്ങളൊന്ന് സഹകരിക്കുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്നത് ഇങ്ങനെയുള്ള സിനിമകൾക്കല്ലേ. നമ്മുടെ സിനിമ ഇതിൽ നിന്ന് ഒരു പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ മലയാള ഇൻഡസ്ട്രിയുടെ അവസ്ഥ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്തായിരിക്കും, വളരെ ദയനീയമായിരിക്കും. അതെ, അപ്പം നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മുടെ സിനിമകൾ സപ്പോർട്ട് ചെയ്യാം. മറ്റുള്ള സിനിമകൾ സപ്പോർട്ട് ചെയ്യൂല എന്നുള്ളതല്ല കേട്ടോ, അതും ചെയ്യുന്നുണ്ട്. നമ്മൾ ഏതെങ്കിലും അങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ടോ? പിന്നെ ഈ കോപ്പിറൈറ്റ് അടിച്ചു കിട്ടുന്ന സാധനം അത് പിന്നെ ഇപ്പൊ ഒന്നും നിവർത്തിയില്ലാഞ്ഞിട്ടാണ്. പണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു. ഇപ്പൊ അത് അല്ലെങ്കിൽ ഞങ്ങൾ നിർത്തി ചെയ്യണം, അത് നിങ്ങൾക്ക് ഇഷ്ടമല്ല. പക്ഷെ സോങ്ങിന് അങ്ങനെ ചെയ്താലും കിട്ടും. അതെ, പക്ഷെ ഒരു 7 സെക്കൻഡിനുള്ളിൽ നിർത്തണം. സോങ്ങിന് കിട്ടാതിരിക്കണം. അതൊരു ഭയങ്കര ടാസ്കാണ്. അത് ഞങ്ങൾ ചെയ്യണ സമയത്ത് നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് ശരിക്കും മനസ്സിലാവും. എന്താണെങ്കിലും വീരധീര സൂരൻ ട്രെയിലർ കാണാം. ഓക്കെ, രാത്രിയാണല്ലോ, ചീവീടുകൾ കരയുന്നു. സിനിമ മുക്കാ ഭാഗം നൈറ്റ് തന്നെ ആയിരിക്കും. ഒരു ദിവസത്തെ കഥയല്ലേ. எந்த டவுட்டும் இல்லை. திருவிழா இருக்கு, அதான் வெட்டியிறதுக்குள்ள அவங்க நிற்கிறேன், அவ்வளோதான். போட்ட பிளான் கரெக்டாக நடக்குது. எங்க எதுவும் மிஸ் ஆகக்கூடாது. காலியங்கடா இருக்கா எங்க நிற்க நீ உனக்காக வெட்டியே. அந்த சம்பவம் ஞாபகத்தில் ടീം ആളിങ്ങനെ കൂടി വരികയാണ്. ഞാൻ പാത്തുக்கிறேன். കുറച്ചുള്ളൂ കേട്ടോ, 1:45 ഉള്ളൂ അല്ലേ, 1:33 ഉള്ളൂ. എന്റെ പൊന്നെ, അത് കുറച്ച് ലാസ്റ്റ് ഇവരുടെ ക്രെഡിറ്റ്സ് ആണ്. ഇതിന്റെ അനൗൺസ്മെന്റ് വീഡിയോ ഉണ്ടായിരുന്നു 4 മിനിറ്റിന്റെ മുകളിൽ. ട്രെയിലർ വന്നിട്ട് 1 മിനിറ്റ് 1.5 മിനിറ്റ്. പക്ഷെ ട്രെയിലർ ഗംഭീരം, സാധനം ശരിക്കും അതിൽ കാണിച്ച ആ സീനില്ലേ, ശരിക്കും വിക്രമിന്റെ മൊത്തം കരിയറിനെ കുറിച്ച് തന്നെ ഉള്ള രീതിയിലായിട്ട് എടുക്കാൻ വേണമെങ്കിൽ അതൊരു സത്യം. അതായത് വീണ് പോയി, ഇപ്പൊ ആള് വീണ് കിടക്കുകയാണ്, ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നു, ആ ഒരു സൂചന. ഏത് ലെവലിൽ നിന്നാണ് ആള് താഴത്തോട്ട് പോയതെന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. എങ്ങനെ നിൽക്കുമായിരുന്നു എന്നുള്ളത്. അത്രയ്ക്കും ഭയങ്കര സ്റ്റാർ അങ്ങനത്തെ ഒരു സ്ഥാനത്തിലേക്ക് എത്തിയ ആളാ. പിന്നെ അങ്ങോട്ട് കുറെ സിനിമകൾ വന്നതൊക്കെ, പക്ഷെ അതിന്റെ ഇടയ്ക്ക് വന്ന മഹാൻ അങ്ങനത്തെ സിനിമകളൊക്കെ ഗംഭീര സിനിമകളുണ്ട്. പെർഫോമൻസ് ബേസിൽ ഇപ്പം ഈ ലാസ്റ്റ് വന്ന തങ്കലാനാണെങ്കിൽ പോലും ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു. ഒരു സാധനം നോക്കേണ്ടി വരില്ല, അങ്ങനത്തെ ഐറ്റം സാധനമായിരുന്നു. എന്താണെങ്കിലും അതിനൊക്കെ ശേഷം, തങ്കലാന് ശേഷം തിയേറ്ററിലേക്ക് വരാൻ പോകുന്ന സിനിമയാണ്. പക്ഷെ ഇവർ തമ്മിൽ ഈ മാർച്ച് 27 എന്ന് പോയതെന്നുള്ള ഒരു ചെറിയൊരു പ്രശ്നം ഒഴിച്ചാൽ ബാക്കിയെല്ലാം
ഇപ്പൊ ചോദിക്കും മാർച്ച് 27 എന്താ പ്രശ്നം. മാർച്ച് 27 നമുക്ക് ഇവിടെ പ്രശ്നമുള്ളൂ, അതെ, തമിഴ്നാട്ടിലൊരു വിഷയമുള്ള കാര്യമല്ല. നമ്മുടെ കാര്യമല്ലേ നോക്കുക. അതെ, ഇപ്പോൾ ആ ഒരു വലിയൊരു ഉത്സവം കൊണ്ടാടാനായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ഒരിക്കലും മറ്റൊരു പരിപാടിക്ക് പോവോ? ഇല്ല. എമ്പുരാൻ റിലീസ് ചെയ്യുമ്പോ നീ പോയിട്ട് വീരധീരശൂരം കാണുമോ? കാണൂല. ഞാനും പോവൂല, അത്രേ ഉള്ളൂ. രണ്ടാമത് ചിലപ്പോ മേ ബി പോയേക്കാം. അതെ, അത് പിന്നെ പോയേക്കാം. അത് നമുക്ക് സിനിമയോടുള്ള ഇഷ്ടം കൊണ്ട് നമുക്ക് എല്ലാ സിനിമയും എല്ലാ തരത്തിലുള്ള സിനിമയും കാണണമെന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട്. പിന്നെ മാത്രമല്ല വിക്രമിന്റെ തിരിച്ചുവരവ് നമ്മൾ പ്രതീക്ഷിക്കുന്ന സിനിമയാണിത്. തീർച്ചയായിട്ടും വീരധീര സൂര്യൻ. എന്തായാലും നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം സുരാജ് വെഞ്ഞാറമൂട് ഈ സിനിമയിലുണ്ട്. ആളുടെ ഇന്റർവ്യൂ ഒക്കെ ഭയങ്കര ഹിറ്റായിരുന്നു. ആളെ ഇന്റർവ്യൂവിന് മാത്രം ആളെ 2 സിനിമയാണ് ഒരേ ദിവസം റിലീസ്. അതെ, എമ്പുരാനിലും ഉണ്ട്, വീരധീര സൂര്യനിലും ഉണ്ട്. പക്ഷെ ഇതിൽ കുറച്ചും കൂടി വലിയ ശക്തമായ കഥാപാത്രമാണെന്ന് തോന്നുന്നു. എന്തായാലും ആളുടെ ഇന്റർവ്യൂവിൽ ആൾ പറഞ്ഞ ആ ഒരു ഇതൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു. വിക്രമിനെയൊക്കെ ചിരിപ്പിച്ച് കിടത്തിയ ആളാണ്. ആ ഒരു ഇതുകൊണ്ട് തന്നെ ഫാൻസ് കൂടി. അതിനുള്ള കഴിവുണ്ടല്ലോ. അതെ, ശരിക്കും അറിയൂല എന്താണ് സുരാജ് എന്നുള്ളത് അവർക്ക് അറിഞ്ഞൂടായിരുന്നു. ഞാൻ ആരാ എന്താ എന്ന് ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ എന്ന് ചോദിച്ചതുപോലെയാണ് ഇപ്പൊ അത്. വാങ്ങ് സാർ കളത്തിലേക്ക് വാ സംസാരിച്ചങ്ങ് തുടങ്ങിയപ്പോഴായിരിക്കും. അതായത് ആള് പറഞ്ഞിട്ട് സാറുണ്ട്, അത് ഞാൻ എപ്പോഴും മറക്കൂല. എൻ്റെ ഫാദർ വന്ന് മിലിറ്ററി, എൻ്റെ ബ്രദർ വന്ന് മിലിറ്ററി, ഞാൻ വന്ന് മിമിക്രി, എല്ലാം വീലാണ്. അത് ഭയങ്കര രസമായിരുന്നു. എന്താണെങ്കിലും അഴിഞ്ഞാട്ടം തന്നെ കാണാം. യെസ്, കാണാം എന്നുള്ള പ്രതീക്ഷയാണ്. നമുക്ക് തിയേറ്റർ എങ്ങനെ കിട്ടാൻ നമുക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ എന്തായാലും ഇവിടെ കേരളത്തിലെ അവസ്ഥ വെച്ചിട്ട് ഒരു രക്ഷയില്ലാത്ത തൂക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. അപ്പം അതിനനുസരിച്ച് ഇവിടെ എങ്ങനെയാ തിയേറ്ററിൽ എവിടെയൊക്കെ ഉണ്ടാവുക പോലും നമുക്ക് അറിയില്ല. എന്തായാലും വരട്ടെ. ഇവിടെ എന്തായാലും 4 സ്ക്രീനാണുള്ളത്. പിന്നെ അപ്പുറത്ത് ഒരു 4 സ്ക്രീൻ ഉണ്ട്, 2 തിയേറ്ററാണുള്ളത്. ആ 2 തിയേറ്ററിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്തായാലും അടുത്ത ദിവസം പോയിട്ട് കാണുന്നതാണ്. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ കാണാം. ബൈ ബൈ. ഓ, അത് പൊളിച്ച് ചെറുകൻ. ഏതാണ് കലകി. സംഭവം ഞാൻ പറ്റില്ല. ഒരു ഷെഡിയിലോ ട്രൗസർ.